നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 150 കോടി രൂപയുടെ ആസ്തി നൽകി, 15 ഏക്കർ കടമുറികളും മകന് വേണ്ടി നൽകി. പക്ഷേ മതിയായില്ല. ഇനിയും സ്വത്തുവകകൾ വേണമെന്ന് പറഞ്ഞ് മകൻ വാശി പിടിച്ചു. മകന്റെ വാശിക്ക് വഴങ്ങാതെ നിന്ന പിതാവിനെ ആ മകൻ അതിക്രൂരമായിട്ട് വെടിവെച്ചു കൊന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത്, തന്നോളം വളർന്നാൽ മക്കളാണെങ്കിലും അവരെ ഒരൽപ്പം അകറ്റി നിർത്തുന്നത് നന്നായിരിക്കും സ്വന്തം ജീവന് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്ത. മാതാപിതാക്കൾക്കൊപ്പം മക്കളോ മക്കൾക്കൊപ്പം മാതാപിതാക്കളോ ഇപ്പോൾ സുരക്ഷിതരല്ല എന്ന് ആവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം. സ്വന്തം പിതാവിനെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, പിതാവിന്റെ സ്വത്തിനു വേണ്ടി അതിക്രൂരമായിട്ട് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരു മകൻ. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ നിന്നാണ് വാർത്ത. സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവാവ് പിതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് മോദി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് മോദിയാനഗർ സ്വദേശി ഹരിയോം ചൗധരി എന്ന് പറയുന്ന 52 വയസ്സുകാരനാണ് സ്വന്തം മകന്റെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത്. ഹരിയോമിന്റെ മൂത്ത മകനായ നിഖിൽ എന്ന് പറയുന്ന വെറും 32 വയസ്സുകാരനാണ് സ്വന്തം പിതാവിനെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഒളിവിൽ പോയ പ്രതിക്കായിട്ട് 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുകയാണെന്നും പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. 150 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ, ആസ്തികളായിരുന്നു ഇയാൾക്ക് സ്വന്തം പിതാവ് എഴുതി നൽകിയത്. മോദി നഗറിലെ പ്രമുഖ കർഷകനായിട്ടുള്ള വ്യക്തി തന്റെ മകന് വേണ്ടി ഇത്രമാത്രം സ്വത്തുവകകൾ നൽകിയിട്ടും അവൻ അതിനോടുള്ള ആർത്തി മാറിയിരുന്നില്ല. മോദി നഗറിൽ മാത്രം 46 ഏക്കറോളം ഭൂമിയും ഡൽഹി മീററ്റ് റോഡിലെ മാർക്കറ്റിൽ കെട്ടിടങ്ങളും ഹരിയോമിനായിട്ട് നൽകിയിരുന്നു. അതേസമയം ഇദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ടുള്ള നിഖിൽ സ്ഥിരം മദ്യപാനിയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത്, മക്കൾക്കിടയിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ആ വാർദ്ധക്യകാലം അനുഭവിക്കേണ്ടി വന്ന ഒരു അച്ഛന്റെ കഥ. ഉള്ളതെല്ലാം വെറ്റുപെറുക്കിയും ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി മക്കൾക്ക് കൊടുത്തിട്ടും ആ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ അയാൾക്കായിട്ടില്ല. എന്തായാലും സ്വത്തിനെ ചൊല്ലി പിതാവും മക്കളും തമ്മിൽ നിരന്തരമായിട്ട് വഴക്കായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. 15 ഏക്കറോളം ഭൂമിയും മാർക്കറ്റിലെ കടമുറികളും അടുത്തിടെയാണ് ഹരിയോം നിഖിലിന്റെ പേരിലാക്കിയത്. എന്നാൽ ബാക്കി ഭൂമി കൂടി തന്റെ പേരിൽ തന്നെ എഴുതി വെക്കണമെന്നാവശ്യപ്പെട്ട നിഖില് പിതാവിന് സ്വൈരം കൊടുക്കാതിരുന്നു. ഇത് ഹരിയോം സമ്മതിക്കാതെ വന്നതോടെ പ്രശ്നം വഷളായി. ഇതോടുകൂടെയാണ് സംഭവം വാക്കേറ്റത്തിലേക്കും കൊലപാതകത്തിലേക്കും എത്തിയത്. അതേസമയം മദ്യപിക്കാനും മറ്റുമായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിനെ പറ്റി പിതാവ് ഇടപെട്ടതിനെ കുറിച്ച് ദേഷ്യം പിടിച്ചിട്ടാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത് എന്ന് മറ്റൊരു സൂചന കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബുധനാഴ്ച രാത്രിയാണ് മദ്യപിച്ചെത്തിയ നിലയിൽ നിഖിൽ ആ വീട്ടിലേക്ക് എത്തുന്നത്. മദ്യലഹരിയിൽ മകനെ കണ്ടതോടെ ഹരിയോം ആ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വഴക്കാണ് അയാളെ വീണ്ടും പ്രകോപിതനാക്കിയത്. സ്വത്തിന്റെ കാര്യം വീണ്ടും ചർച്ചയിലേക്ക് വന്നു. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടായി. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് നിഖിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പിതാവിന്റെ മുഖത്തു നോക്കി അയാൾക്ക് നേരെ വീശി. പിതാവിന് നേരെ വെടിയുയർത്ത് അയാൾ മരിച്ചു വീഴുന്നത് നോക്കി നിന്നു. മുഖവും നെഞ്ചിലും വയറിലും ഉൾപ്പെടെ 6 തവണ ഹരിയോം ദേഷ്യം തീരുന്നതുവരെ വെടിവെച്ചു. ഈ വെടിയേറ്റാണ് ആ പിതാവ് മരണപ്പെട്ടതെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. ഹരിയോമിന്റെ ഭാര്യ അനിതയും ഇളയ മകൻ നീഷും ഇതേ സമയം വീട്ടിലുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രതിയായ നിഖിൽ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞെന്നാണ് വിവരം. ഇതിനിടെ 2018-ലും നിഖിൽ വെടിയുയർത്ത് വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. നിഖിലിന്റെ മദ്യപാനത്തെ ചൊല്ലിയായിരുന്നു അന്ന് തർക്കമുണ്ടായതെന്നാണ് സൂചന. തുടർന്ന് സഹോദരനായ നീഷുവിന് നേരെയാണ് നിഖിൽ അന്ന് വെടിയുയർത്തതെന്നും പോലീസ് പറയുന്നു. അതായത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സംരക്ഷണത്തിലാണ് മക്കൾ കഴിയുക എന്ന് പറയുന്ന സാഹചര്യമൊക്കെ പണ്ടായിരുന്നു എന്നും ഇപ്പോൾ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും സ്വന്തം വ്യക്തിത്വം, സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ അതിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് നൽകുന്നത്. പലപ്പോഴും സ്വത്തുക്കളുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു പ്രായമാകുമ്പോൾ അത് വീതിച്ചു നൽകുക എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ, ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം പറയാറുള്ളത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി നൽകിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും ഇല്ലാതാകും എന്നുള്ള തരത്തിലാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വ്ലോഗിൽ കാണുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത്
അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉടൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന സമയത്ത് ഇളയ മകനോട് ചോദിക്കുന്നു, അച്ഛൻ്റെ ഓപ്പറേഷൻ ഉടൻ തന്നെ നടത്താനുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങട്ടെ എന്ന്. ആ സമയത്ത് അയാൾ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അച്ഛൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, ഞാൻ തൻ്റെ സഹോദരനോട് കൂടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഈ പറയുന്ന അച്ഛൻ താങ്കൾക്കൊന്നല്ലേ ഉള്ളൂ, ഇത്രയും ആലോചിക്കേണ്ട കാര്യം എന്താണ് എന്ന്. അപ്പോൾ അതേ ചോദ്യം ആ ഡോക്ടർ ആ രോഗിയോടും ചോദിക്കുന്നു, മക്കൾ എന്തിനാണ് ഇത്തരത്തിൽ പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുന്നത്, അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മക്കൾക്ക് എന്താണ് ഇത്രയും വൈക്കം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ അച്ഛൻ വളരെ നിസാരമായിട്ട് വളരെ ദയയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നെഞ്ചു പൊട്ടിയിട്ടായിരിക്കണം പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വത്തുക്കളെല്ലാം നേരത്തെ തന്നെ മക്കൾക്ക് എഴുതി നൽകിയിരുന്നു എന്ന്. അതായത് സ്വത്ത് വകകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛൻ്റെ ജീവന് അത്രയേ ഇന്നത്തെ കാലത്തുള്ള ആളുകൾ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത്. എല്ലാവരെയും കുറിച്ചല്ല, പക്ഷേ ഒട്ടുമിക്ക ആളുകളും അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയത്, കൂലിക്ക് ആളെ വെച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. സ്വന്തം അമ്മയെ ഒരു പെൺകുട്ടി, ഒരു ലോയർ അല്ലെങ്കിൽ ഒരു അഭിഭാഷകയാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥിനെ കൊലപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു. അതും ഈ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ മനോഭാവം. അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ അമ്മയുടെ ജോലി സ്വന്തമാക്കാൻ വേണ്ടി, സർക്കാർ ജോലി സ്വന്തമാക്കാൻ വേണ്ടിയാണ് സ്വന്തം അമ്മയെ വാടക കൊലയാളിയെ വെച്ച് അന്ന് അഭിഭാഷകയായിട്ടുള്ള ആ വിദ്യാർത്ഥി കാർ എടുപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് പുറത്തു വന്നത്. വെറും 23 വയസ്സുകാരിയാണ് അന്ന് പോലീസിന്റെ പിടിയിലായത്. കേവലം ഒരു സർക്കാർ ജോലിക്കും കുടുംബസ്വത്തിനും വേണ്ടി സ്വന്തം അമ്മയെ വാടക കൊലയാളിയെ വിട്ട് കൊലപ്പെടുത്തിയ മകളുടെ ക്രൂരത കെട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂർ പ്രതാപ് നഗർ നവീന്ദ്ര നഗർ സ്വദേശിനിയും കോടതി ജീവനക്കാരിയുമായ നീരജ് ശർമ്മയാണ് അന്ന് സ്വന്തം മകളുടെ ഈ കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. സംഭവത്തിൽ നീരജിന്റെ മകൾ ആയുഷി പോലീസിന്റെ അറസ്റ്റിലായിരുന്നു. സഹായിയായിരുന്നത് ഈ പറയുന്ന പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. കൂടാതെ 6 പേർ ചേർന്നായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ആസൂത്രിത കൊലപാതകം എന്ന് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തി. വെറുമൊരു റോഡപകടമാക്കി മാറ്റി പോലീസിന്റെ കണ്ണിൽ പൊടിയിടാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ കൊല്ലപ്പെട്ട നീരജിന്റെ സഹോദരൻ രാകേഷിന് തോന്നിയ സംശയമാണ് സ്വന്തം മകളുടെ ചതി പുറം ലോകമറിയാൻ കാരണമായത്. ജയ്പൂരിലെ കോടതിയിൽ LD ക്ലർക്കായിരുന്നു കൊല്ലപ്പെട്ട നീരജ് ശർമ്മ. ഭർത്താവ് വിജയ് കുമാർ ശർമ്മ സർവീസിലിരിക്കെ മരിച്ചതിനെ തുടർന്നാണ് നീരജിന് ആശ്രിത നിയമനത്തിലൂടെ ഈ ജോലി ലഭ്യമാകുന്നത്. എന്നാൽ ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ ഈ സർക്കാർ ജോലി തനിക്ക് വേണമെന്ന് മകൾ ആയുഷി വാശി പിടിച്ചിരുന്നു. നീരജ് ഇതിന് സമ്മതിക്കാതിരുന്നതോടെ മകൾ കടുത്ത വിരോധത്തിലായെന്നാണ് വിവരം. അമ്മ ജീവിച്ചിരുന്നാൽ ജോലി കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് ബന്ധുക്കളുമായി ചേർന്ന് ആയുഷി കൊലപാതക പദ്ധതി തയ്യാറാക്കിയത്. അമ്മയെ വകവരുത്തിയാൽ ആ ജോലി ആസൂത്രിത നിയമനത്തിലൂടെ തനിക്ക് ലഭ്യമാകുമെന്നും ഒപ്പം കുടുംബസ്വത്ത് മുഴുവൻ തന്റേതാകുമെന്നും ആ 23 വയസ്സുകാരി കണക്കുകൂട്ടി. ഇതിനായി 7 ലക്ഷം രൂപയാണ് ആയുഷി കൊട്ടേഷൻ സംഘത്തിന് നൽകിയത്. തുടർന്ന് ജൂലൈ 3-ന് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന നീരജിനെ അമിത വേഗതയിലെത്തിയ സ്കോർപിയോ കാർ അതിശക്തമായി ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അപകട മരണമാണ് എന്ന് ആദ്യം കരുതിയിരുന്നു. പക്ഷേ അപകട മരണം എന്ന് വരുത്തി തീർക്കാൻ ചെയ്ത കാര്യം അത് പ്ലാൻ തെറ്റിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട ആയിഷയുടെ അമ്മയുടെ സഹോദരൻ, അദ്ദേഹത്തിന് തോന്നിയ സംശയം അദ്ദേഹം പോലീസിനോട് പരാതിയായി അറിയിച്ചു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിനും ഒടുവിൽ മകൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കാരുണ്യമർഹിക്കാത്ത ഈ മകളുടെ ക്രൂരതയിൽ ഞെട്ടിത്തിരിച്ചിരിക്കുന്ന അത്തരം വാർത്തകൾ ിടയിലേക്കാണ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് സമാന രീതിയിൽ സ്വത്തുക്കൾക്ക് വേണ്ടി സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ ഒരു മകന്റെ വാർത്ത പുറത്തു വരുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവാവ് പിതാവിനെ വെടിവെച്ചു കൊന്നു എന്നാണ് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹരിയോമിന്റെ മൂത്ത മകനായ നിഖിലാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. ഒളിവിൽ പോയ പ്രതിക്ക് 4 അംഗ സംഘം തിരച്ചിൽ നടത്തുന്നു. 150 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള മോദി നഗറിലെ പ്രമുഖ കർഷകനാണ് കൊല്ലപ്പെട്ട ഹരിയോം ചൌധരി. മോദി നഗറിൽ മാത്രം 46 ഏക്കറോളം ഭൂമിയും ഡൽഹി മീററ്റ് റോഡിലെ മാർക്കറ്റിൽ കെട്ടിടങ്ങളും ഹരിയോമിനായി സ്വന്തമുണ്ട്. ഇദ്ദേഹത്തിന്റെ മൂത്ത മകനായ നിഖിലിന് സ്ഥിരമായിട്ട് മദ്യപിച്ചെത്തുന്ന അദ്ദേഹമൊത്ത് വഴക്കാവുന്നതൊക്കെ പതിവായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇതേ ചൊല്ലി സ്വത്തിനെ ചൊല്ലി പിതാവും മകനും തമ്മിൽ വഴക്കായതും കയ്യേറ്റത്തിലേക്ക് എത്തിയതുമാണ് കൊലപാതകത്തിന് കാരണം. 15 ഏക്കറോളം ഭൂമിയും മാർക്കറ്റിലെ കടമുറിയും അടുത്തിടെയാണ് ഹരിയോം നിഖിലിന്റെ പേരിലേക്ക് മാറ്റിയത്. പക്ഷേ ബാക്കിയുള്ള ഭൂമി കൂടി തന്റെ പേരിലേക്ക് ആക്കണമെന്ന് നിഖിൽ വാശി പിടിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പിന്നീട് മദ്യപിച്ചെത്തുമ്പോൾ
കഴിയുമ്പോൾ സ്ഥിരമായിട്ട് സ്വത്തിന്റെ കാര്യം പറഞ്ഞ് തർക്കമായി. അങ്ങനെ സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ, വാക്ക് തർക്കങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് അതിക്രൂരമായിട്ട് തൻ്റെ പിതാവിൻ്റെ നേരെ നിറയൊഴിക്കുന്ന ഒരു മകൻ്റെ വാർത്ത എന്തായാലും വളരെ ദാരുണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹിക ചിന്താഗതികൾ.